ഒരു നേതാവ് മരണപ്പെട്ടാൽ ആ മൃതദേഹത്തിന്റെ അവകാശം ആർക്കാണ്? 2 ദിവസമായി കേരളം ചോദ്യം ചെയ്യുന്ന അതല്ലെങ്കിൽ ആ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ MM ലോറൻസ് മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ ബോഡി തനിക്ക് അവകാശപ്പെട്ടതാണെന്ന രീതിയിൽ മകൾ ഇറങ്ങി പുറപ്പെടുകയും എന്നാൽ അദ്ദേഹത്തിൻ്റെ ബോഡി മെഡിക്കൽ കോളേജിലേക്ക് നൽകാമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ പാർട്ടി അത് ഏറ്റെടുക്കുകയും മെഡിക്കൽ കോളേജിലേക്ക് നൽകാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ശക്തമായ എതിർവേലി തീർക്കുക തന്നെയാണ് മകൾ ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ മകൾ ശരിക്കും ഈ അപ്പൻ്റെ ബോഡി ഏറ്റെടുക്കുവാനുള്ള അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര നാളായി അപ്പനെ കണ്ടിട്ട്? അപ്പനെ ഞാൻ എനിക്ക് തോന്നണോ കൃത്യം ഡേറ്റ് ഒന്നും പറയാൻ പറ്റില്ല, 1.5 മാസം 2 മാസം ആയി കാണുമായിരിക്കും. അതായത് ഞാൻ ഹോസ്പിറ്റലിൽ മാത്രമേ പോയി കാണാറുള്ളൂ. അപ്പൻ വയ്യാതാവുന്ന ഘട്ടത്തിൽ ആശയെ പരിചരിക്കാൻ കൂടെ ഉണ്ടായിരുന്നോ? ഞാൻ എങ്ങനെ പരിചരിക്കാൻ നിൽക്കാനാണ്? ഞാൻ കൂടുതലും ഡൽഹിയിലായിരിക്കും. പിന്നെ അപ്പൻ്റെ ബെഡ് റിഡൻ ആയപ്പോൾ 2021 ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അന്ന് ഈ അരുൺ ആന്റണി അതിലോട്ട് പോയപ്പോഴാണല്ലോ വീണ്ടും ഈ ചോദ്യം വന്നത്. ഒരുപക്ഷെ രോഗാസനനായി കിടക്കുന്ന അച്ഛനെ കാണാൻ ഈ മകൾ അവസാനം വന്നത് 1.5 മാസം മുമ്പ്. അതിനുശേഷമാണ് അച്ഛൻ മരണപ്പെടുന്നത്. മരണത്തിന് ശേഷം താൻ ഒരുപാട് സ്നേഹിച്ച അച്ഛൻ എന്ന രീതിയിൽ അച്ഛൻ്റെ ബോഡി മറവ് ചെയ്യുവാനുള്ള എല്ലാ അവകാശങ്ങളും തനിക്കാണെന്ന രീതിയിൽ അവൾ എത്തുകയും പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പാർട്ടി എന്ന് പറയുന്നത് ഈ അച്ഛനെ എന്നും താങ്ങും തണലുമായി നിന്നോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല എന്ന് തന്നെയാണ് പല കോണുകളിൽ നിന്നും ഉത്തരമായി ലഭിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെയുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മകളെക്കാട്ടിയും ഭാര്യയെക്കാട്ടിയും ഈ അച്ഛൻ സ്നേഹിച്ചത് പാർട്ടിയെ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും പാർട്ടിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി തൻ്റെ കുടുംബജീവിതം മുഴുവനും നഷ്ടപ്പെടുത്തുകയായിരുന്നു എന്ന രീതിയിലാണ് മകളും ഭാര്യയും തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഈ മനുഷ്യന് എന്നും ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്, ജീവിതത്തിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നത് തൻ്റെ പാർട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിയെ സ്നേഹിച്ച ഒരു മനുഷ്യന് മകളെയും ഭാര്യയെയും അത്രത്തോളം സ്നേഹിക്കാൻ സാധിച്ചില്ല, അതല്ലെങ്കിൽ ആ സ്നേഹം അനുഭവിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചില്ല എന്നതും യാഥാർത്ഥ്യമാണ്. അതനുസരിച്ച് ഭാര്യ മരണപ്പെടുകയും മകൾ തൻ്റെ ജോലി മറ്റു കാര്യങ്ങളും ഒക്കെയുമായി ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യുന്നു. അവസാനം ഡൽഹിയിൽ നിന്ന് വല്ലപ്പോഴും അപ്പച്ചനെ കാണാൻ വരുന്നത് കൊണ്ട് തന്നെ മകളെക്കാട്ടിയും അച്ഛൻ സ്നേഹിച്ചത് പാർട്ടിയെ എന്ന കാര്യത്തിൽ സംശയമില്ല. അതുമല്ലെങ്കിൽ പാർട്ടിയെക്കാട്ടിയും കൂടുതൽ തനിക്ക് പരിഗണന നൽകുന്നില്ല ഈ അപ്പൻ എന്ന രീതിയിലായിരിക്കാം മകളും ചിന്തിച്ചിട്ടുണ്ടാവുക. എന്തുതന്നെയായാലും ഇവരുടെ ബോഡിയുടെ അവകാശം മാർക്ക് എന്ന രീതിയിൽ അവസാനം തർക്കത്തിലാവുകയും കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനു മുകളിൽ ഇവിടെ സംഭവിക്കുന്നത് 2 പേരുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നം എന്ന രീതിയിൽ ഈ കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയും ചെയ്യുന്നു. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ബോഡി ഞങ്ങൾ വിചാരിച്ചതുപോലെ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഞങ്ങൾ പൊതുമധ്യത്തിൽ ഇൻസൾട്ട് ചെയ്താലോ എന്ന രീതിയിൽ വളരെ ക്രൂരമായ രീതിയിൽ തന്നെയാണ് ഇവർ പെരുമാറുന്നതും. കാരണം മകൾക്ക് മുമ്പിൽ ഇദ്ദേഹത്തിൻ്റെ ബോഡി വെച്ച് പലതരത്തിലുള്ള കോപ്രായങ്ങൾ അവരും കാണിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ച് ഈ മകളും ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. മകൾക്ക് രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടോ മറ്റു കാര്യങ്ങളോ പലതരത്തിലുള്ള സപ്പോർട്ടുകളും ഒക്കെയും തന്നെ ഉള്ളത് കൊണ്ട് താൻ പാർട്ടിക്കെതിരെ ഒറ്റക്കല്ല എന്ന രീതിയിൽ ഇവരും പോരാടുന്നുണ്ട്. മൂർദാബാദ് എന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളൊക്കെയും തന്നെ ഈ മകൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും 1.5 മാസമായി തൻ്റെ അച്ഛനെ താൻ അവസാനമായി കണ്ടിട്ട് എന്ന് പറയുമ്പോൾ ഈ മകൾക്ക് എത്രമാത്രം അച്ഛനോട് സ്നേഹമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്മയുടെ അടുത്ത് തന്നെ അച്ഛൻ്റെ ബോഡി മറവ് ചെയ്യണമെന്ന് പറയുന്നത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഇവരുടെ ജീവിതകാലം മുഴുവനും അച്ഛൻ പറയുന്നത് അനുസരിച്ച് ജീവിച്ച മകളൊന്നും ആയിരുന്നില്ല അവർ. കാരണം പാർട്ടിപരമായിട്ട് തന്നെ അച്ഛനെതിരെയായിരുന്നു ഇവരുടെ സഞ്ചാരം. പലപ്പോഴും അച്ഛന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇവരിൽ നിന്ന് ഉണ്ടായി എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം അച്ഛൻ പറയുന്നത് മൊത്തം അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ഇവർ ശ്രമിച്ചിരുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ അച്ഛനോടുള്ള അടങ്ങാത്ത പാർട്ടിയോടുള്ള ഇഷ്ടമായിരിക്കാം ഇവരെ അതിൽ നിന്നും മാറ്റി ചിന്തിപ്പിച്ചതും അച്ഛനോട് തന്നെ എതിർപ്പ് തോന്നിയതും. എന്തൊക്കെ പറഞ്ഞാലും പാർട്ടിയെ അതിയായി സ്നേഹിച്ച ഒരു മനുഷ്യന് മരണത്തിന് ശേഷം പോലും ഇതാണ് അവസ്ഥയെങ്കിൽ തീർച്ചയാണ് നമ്മൾ ഏതൊരു പാർട്ടിയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവർക്ക് സ്വന്തം കുടുംബത്തെ തഴയേണ്ട ആവശ്യമില്ല എന്നതും യാഥാർത്ഥ്യമാണ്. പാർട്ടിയെ കൂടുതലായി ഇഷ്ടപ്പെടുന്നതിന് പകരം കുടുംബത്തെ കൂടുതലായി ഇഷ്ടപ്പെടണം എന്നൊന്നും ആരും പറയുന്നില്ല. മറിച്ച് പാർട്ടിയോടൊപ്പം കുടുംബത്തെയും പരിഗണിക്കുക എന്നത് ഏതൊരു നേതാവിൻ്റെയും ബാധ്യതയാണ്. പല നേതാക്കളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പാർട്ടിയെ ഒരുപാട് സ്നേഹിക്കും, പക്ഷേ കുടുംബത്തിലെ കാര്യം നോക്കാൻ അവരെ കൊണ്ട് സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതുപോലെ മരണത്തിന് ശേഷവും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്.
വരുന്നത്. എന്തു തന്നെ ആയാലും പെട്ടെന്ന് തന്നെ നല്ലൊരു തീരുമാനത്തിൽ എത്താൻ ഈ രണ്ടു കൂട്ടരെ കൊണ്ട് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറയാം.